കേരള സർവകലാശാല വി സിയും ശാഖ തിണ്ണനിരങ്ങിയുമായിട്ടുള്ള വി സി മോഹൻ കുന്നുമേൽ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. പിള്ളേരോടെ പോയി അവരുടെ സംഘടനാ പ്രവർത്തനം സർവകലാശാലയ്ക്ക് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. പുതിയ കാലത്തെ പിള്ളേരെ ഈ ശാഖ നിരങ്ങി നടക്കുന്ന മോഹനൻ കുന്നുമലിനെ പോലുള്ളവർക്ക് അറിയാഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയിൽ പോയി. എന്ത് സംഭവിച്ചു? വി സിയുടെ കാവിക്കളസം കോടതി വലിച്ചൂരി വിട്ടു. കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തനം അസാധുവാക്കിയ വി സി മോഹനൻ കുന്നുമലിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കാലാവധി പൂർത്തിയാകും വരെ യൂണിയന് തുടരാം എന്ന് ഹൈക്കോടതി അറിയിച്ചു. സംഖ്യയാണോ, ശാഖ നിരങ്ങിയാണോ, ഏതെങ്കിലും കസേരയിൽ ഇരുത്തിയാൽ ആ കസേരയുടെ മഹത്വം എങ്ങനെയാണ് കളയുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ്. നേരത്തെ ഗവർണറായിരുന്ന സംഘി പാൻഖാൻജിയും ഗവർണർ കസേരയുടെ വില കളഞ്ഞതുപോലെ ഓട് പൊളിച്ചകത്തിറങ്ങിയ വി സി മോഹൻ കുന്നുമൽ, അതായത് ഒരു കാരണവശാലും കേരള സർവകലാശാല വി സി ആയിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അങ്ങനെയുള്ള വ്യക്തി സംഘപരിവാറിന്റെ തിണ്ണ നിറങ്ങി കിട്ടിയ അവസരം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളോടുള്ള അയിത്തം, കാര്യം ABVP ആയിരുന്നെങ്കിൽ എല്ലാം അനുവദിക്കാമായിരുന്നു. അതവിടെ ഇല്ലാത്തത് കൊണ്ട് കലോത്സവം പോലും വേണ്ട, അങ്ങനെ നടത്താൻ അനുവദിക്കില്ല. ഈ തിട്ടൂരമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അതിന് മനോഹരമായിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയ്ക്കകത്ത് SFIയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പിള്ളേർ പാട്ടുപാടിയെല്ലാം അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ സർവകലാശാല രായാവെന്ന് സ്വയം ധരിച്ചിരിക്കുന്ന വി സി ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു. യൂണിയൻ നിരോധിച്ചു. ഇതോടുകൂടി എൻ്റെ കൽപ്പന പുറത്തു വന്നാൽ എല്ലാം അവസാനിച്ചു എന്നാണ് മാടമ്പി കരുതിയത്. പുതിയ കാലത്തെ പിള്ളേരെ കുറിച്ച് അറിയില്ല. SFI ഹൈക്കോടതിയിൽ പോയിട്ട് ശാഖ നിരങ്ങി കുന്നുമ്മലിറക്കിയ ആ പുതിയ ഉത്തരവ് അല്ലെങ്കിൽ കൽപ്പനയെ വലിച്ചു കയറി തോട്ടി എറിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞ് തലക്കിട്ടൊരു കൊട്ടും കൊടുത്തു. ഒന്ന് ആലോചിക്കണേ, ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ എന്താണ്, ഒരു സർവകലാശാലയാണ്, വി സി അധ്യാപകനാണ്. ഇതുപോലുള്ള സംഘി തിണ്ണ നിരങ്ങികൾ യാതൊരു യോഗ്യതയുമില്ല. പണ്ട് കാലത്ത് പിൻവാതിലൂടെയൊക്കെ നിയമനം, അതായത് അന്നത്തെ കാലത്തെ സ്വാധീനം ഉപയോഗിച്ച് കയറി വന്നുകൊണ്ടാണല്ലോ ഈ ചില പദവികളിൽ ഇരിക്കാൻ വേണ്ടി കടിപിടി കൂടിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഈ കിട്ടിയ അവസരത്തിൽ സംഘപരിവാറുകാർക്ക് അവരുടെ അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഷൂ വർക്ക് നടത്താൻ താല്പര്യമുള്ള ചിലരെയൊക്കെ കൊണ്ടുവന്ന് പദവികളിൽ ഇരുത്തിയിട്ടുണ്ട്. ആ പദവിയിൽ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളോടൊക്കെ ഇറങ്ങി ഈ കൽപ്പന നടത്തുന്നത്. ഒരു സർവകലാശാലയുടെ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അവസാന വർഷത്തെ വിദ്യാർത്ഥികൾക്കെല്ലാം അവരുടെ കലാപരമായിട്ടുള്ള സർഗവാസനകളെല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് കലോത്സവം. ആ കലോത്സവം പോലും വേണ്ട എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ ഇത്തരം സംഘികളെയൊക്കെ ചെയ്യേണ്ടത് ആദരിക്കുകയാണ് വേണ്ടത്. ചില മടൽ കൊണ്ടൊക്കെ കാര്യമായിട്ട് ആദരിച്ച് സർവകലാശാലയിൽ നിന്ന് ഓടിച്ചു വിടുകയാണ് വേണ്ടത്. കാര്യം സർവകലാശാലയുടെ പടി കയറാൻ വേണ്ടി യാതൊരു യോഗ്യതയുമില്ലാതെ കന്നുകാലി മേച്ച് നടക്കേണ്ടവനെയൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലുമൊക്കെ കസേരയിൽ പിടിച്ചിരുത്തിയാലുള്ള അവസ്ഥ എന്താണെന്നാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരള സർവകലാശാല കേന്ദ്രീകരിച്ച് കൃത്യമായി കാണാനാകുന്നത്. അതിനെതിരെ ഇഞ്ചി വിട്ടുകൊടുക്കാതെ പിള്ളേരും ഒരേപോലെ തന്നെ പ്രതിഷേധത്തിനിറക്കുമ്പോഴാണ് അവരെ അങ്ങ് നിരോധിച്ചുകൊണ്ടോ അവിടുത്തെ യൂണിയൻ പ്രവർത്തനമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ കൽപ്പന പുറത്തു വന്നാൽ എല്ലാം തീരുമെന്ന് ഈ സംഘി തിണ്ണനിറങ്ങി അങ്ങ് കരുതുകയാണ്. ഇവിടെ നിയമവും എല്ലാം ഞാൻ തന്നെയാണ്, ഇവിടുത്തെ രാജാവെല്ലാം ഞാനായതുകൊണ്ട് ഞാൻ ഉത്തരവിറക്കി ഇവിടെ എല്ലാം അവസാനിപ്പിക്കുമെന്ന് കരുതിയെടുത്താണ് ഹൈക്കോടതിയിലൂടെ പിള്ളർ കരണക്കുറ്റിക്കൊന്ന് കൊടുക്കുന്ന ഈ വിധി സമ്പാദിച്ചിരിക്കുന്നത്.